കണ്ണൂര് കായലോട് എന്ന സ്ഥലത്ത് പിണറായിയിലെ സ്ഥലത്ത് ഒരു യുവതി സദാചാര ചോദ്യം ചെയ്യലിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു. ആ പ്രശ്നങ്ങൾ കൂടുതൽ പുറത്തു വന്നപ്പോഴാണ് ഇത് എസ്.ടി.പി.ഐയുടെ പ്രവർത്തകരും അവരുടെ നേതൃത്വവും അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നുള്ളത്. സാർ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ നാട്ടിൽ ഇത്തരം വൃത്തികേടുകളൊക്കെ കൂടുതലാണ്. അതിന് ചില സംഘടനകളൊക്കെ തന്നെ കാർമ്മികത്വം വഹിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുക്കത്തിലത്തെ ഉദാഹരണമാണ് ഇപ്പോ ഈ പറയുന്ന കണ്ണൂർ പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ധർമ്മടത്ത്. പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഈ പറയുന്ന പോലെ കായലോട് എന്ന് പറയുന്ന പറമ്പായി പ്രദേശത്താണ് ഇത് സംഭവിച്ചത്. ഷിബിലി മിക്ക ചാനലുകളും അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് സംഭവിച്ചത് ഈ പെൺകുട്ടിയുടെ ഈ സ്ത്രീയുടെ പേര്, മരണപ്പെട്ടു പോയ ആത്മഹത്യ ചെയ്ത സ്ത്രീയുടെ പേര് റസീന എന്നാണ്. അവരുടെ മാതാപിതാക്കൾ രണ്ടുപേരും CPM-ന്റെ മെമ്പർമാരാണ്. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. ഓക്കെ, അത് കൂടാതെ ഇവര് ഭർത്താവുമായിട്ട് കുറച്ച് അകൽച്ചയിലായിരുന്നു, പിണങ്ങി നിൽക്കുകയായിരുന്നു. ഇവർക്ക് 2 കുട്ടികളുണ്ട്. മൂന്നാമത്തെ കുട്ടി ക്യാരിയിങ് ആണ്, പ്രഗ്നന്റ് ആയിരിക്കുകയായിരുന്നു ഇവര്. അപ്പൊ ആ സമയത്താണ് ഈ കുളച്ചേരി സ്വദേശി റഹീസ് എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുന്നത്. മനസ്സിലായി? അവനിപ്പോ ഒളിവിലാണ്. അവന് 21 വയസ്സേ ഉള്ളൂ. അപ്പൊ അവൻ ഇപ്പൊ ഈ റസീനയുടെ മാതാവ് ഫാത്തിമ വന്നിട്ട് പറഞ്ഞേക്കണത് ഇവൻ പലതരത്തിലുള്ള ഇവരെ വശീകരിച്ച് പല സ്ഥലത്തും കൊണ്ടുപോവുകയും അങ്ങനെ പീഡിപ്പിക്കുകയും അതിനുശേഷം ഇവരുടെ കയ്യിൽ നിന്ന് 1.5 ലക്ഷത്തോളം രൂപ പണമായും പിന്നെ ഗോൾഡായും ഒക്കെ തട്ടിയെടുത്തു എന്നുള്ള പരാതിയാണ് നിൽക്കുന്നത്. പിതാവ് പറയുന്നതുമായിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, മാതാവ് പറയുന്നതുമായിട്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ നിൽക്കട്ടെ, ഇത് സംഭവിച്ച കാര്യം എന്താണെന്ന് ഞാൻ പറയാം. സംഭവിച്ച കാര്യം കൃത്യമായിട്ട് ആ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പറയാൻ കാര്യം, ഈ പെൺകുട്ടിയും ഈ സ്ത്രീ 40 വയസ്സുള്ള സ്ത്രീയും അതുപോലെ തന്നെ ഈ 21 വയസ്സുള്ള റഹീസും കൂടിയിട്ട് ഒരു കാറിലിരുന്ന് വർത്തമാനം പറയുകയായിരുന്നു. ആ കാറിലിരുന്ന് വർത്തമാനം പറയുമ്പോൾ ഇവരിൽ കുറച്ച് പേരെ ചുറ്റും കൂടുകയും ഇവർ രണ്ടുപേരെയും വിളിച്ചുകൊണ്ടൊരു പറമ്പിലേക്ക് പോവുകയും ആ പറമ്പിൽ ആ കളിസ്ഥലത്ത് പിന്നെ കൂടുതൽ കുട്ടികളൊക്കെ കളിക്കാൻ വന്നപ്പോൾ അവിടെ വെച്ച് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. റഹീസിനെ മർദ്ദിക്കുകയും അതിനുശേഷം ഇവർ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് SDPIയുടെ ഓഫീസിലേക്ക് വരികയും SDPIയുടെ ഓഫീസിലേക്ക് വന്നതിന് ശേഷം ഇവന്റെ കയ്യിൽ നിന്ന് ടാബും അതുപോലെ മൊബൈൽ ഫോണും ഒക്കെ തട്ടിപ്പറിച്ചെടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ തട്ടിപ്പറിച്ചെടുത്തതിന് ശേഷം ഇവരൊക്കെ കൂടി ഏതാണ്ട് 3-4-5 മണിക്കൂർ ഇവരെ വിചാരണ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഇത് നമുക്ക് അറിയാമല്ലോ, ഇപ്പൊ താലിബാനിലൊക്കെ നടത്തുന്ന ചില പരിപാടികളുണ്ട്. താലിബാനിൽ സ്ത്രീകൾക്ക് ഒറ്റക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഏതെങ്കിലും ഒരു പുരുഷനെ കൂട്ടി മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. സ്വന്തം വീട്ടിലെ ജനലിന്റെ അടുത്ത് പോലും വന്ന് നിൽക്കാൻ പാടില്ല. പിന്നെ കൈവെള്ളയിൽ മറ്റേ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും വിരൽ വെട്ടിക്കളയും. അങ്ങനെയുള്ള ചില വിചിത്ര രീതികളാണ് അവിടെ ഉള്ളത്. ഇറാനിലൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പരപുരുഷ ബന്ധം, അതായത് ഭർത്താവല്ലാത്ത ഒരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടായാൽ അവിടെ വധശിക്ഷയാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ അതേപോലെയുള്ള ആളുകളാണ് നമ്മുടെ SDPI ടീംസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നലെയൊക്കെ അവർ ചർച്ചയിൽ വന്നിരുന്ന വലിയ തോതിലുള്ള വായിട്ടടിക്കലുണ്ട്. പക്ഷെ അതൊന്നും കൊണ്ട് കാര്യമില്ല. ജോസഫ് മാഷിനെ വലത് കൈ വെട്ടിയതും അതുപോലെ ഇടത് കാല് വെട്ടിയതും ഒക്കെ നമുക്കറിയാം. വലത് കൈ ഇടത് കാല് വെട്ടിയതെന്ന് പറഞ്ഞാൽ ഒരാൾ ബാലൻസ് ചെയ്ത് ജീവിതത്തിൽ ഒരിക്കലും നിൽക്കരുതെന്ന് വിചാരിച്ചിട്ടാണ്. കേരളീയ സമൂഹത്തിന്റെ ബാലൻസ് തെറ്റിക്കാനാണ് ഇവർ ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണേ, ഇത് ഇവര് മാത്രമല്ല കേട്ടാ. ഇപ്പൊ ഹനുമാൻ സേന എന്നൊക്കെ പറഞ്ഞ ആളുകൾ മറ്റേ മംഗലാപുരത്ത് പബ്ബി കയറി അടിയുണ്ടാക്കിയത്, അവിടെ സ്ത്രീകൾ കയറിയിട്ട് അവരെ കയറി അടിച്ചത് നമുക്കറിയാം. അതുപോലെ ശിവസേന എന്ന് പറയുന്ന ഒരു പാർട്ടിക്കാർ ഈ മറൈൻ ഡ്രൈവിൽ ചൂരലുമായിട്ട് വന്നു കൊട നിവർത്തിയിരിക്കുന്ന കവിതാക്കളെ ചെയ്തു എന്ന് പറഞ്ഞറിയാം. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ സംഘടനകളുടെ കുഴപ്പമുണ്ട്, പിന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ കുഴപ്പമുണ്ട്. ഇപ്പൊ ഒരാണും പെണ്ണും കൂടി ഇരിക്കുന്നത് കണ്ടാൽ നമ്മൾ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ്, നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. മനസ്സിലായി? അപ്പൊ അത് ഇവര് പക്ഷേ ഇത് SDPI ഒക്കെ നടപ്പാക്കുന്നതിന്റെ പിന്നിൽ മതപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. മതപരമായ ശാസനകളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് മറച്ചൊന്നും വെച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ AT അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ മറ്റേ വിദ്യാഭ്യാസ സമിതിയുടെ ചെയർപേഴ്സൺ തന്നെ 10ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചതിനന്ന് ഉണ്ടാക്കിയ പ്രശ്നം നമ്മൾ കേട്ടു. ആര്? മുസ്ലിം പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ ഒരാൾ അവിടെ സ്റ്റേജിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ്, മലപ്പുറത്ത് ജില്ലാ പ്രസിഡന്റ് ചെയ്യിക്കുന്നുണ്ട്. അദ്ദേഹം പോലും ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് പിന്നെ പുള്ളി വന്ന് വിശദീകരിച്ചത് ഞങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി അടുത്ത വാചകം പറയുന്നത് ഞങ്ങൾ സ്ത്രീകളെ 2 പേരെയും 2ആയി നിർത്തുന്നവരാണെന്നാണ്. 2 സെക്ഷനായിട്ട് മറകെട്ടി അപ്പുറം ഇപ്പുറം ചെയ്യുന്നവരാണെന്നാണ്. അതുകൊണ്ട് ഈ പറയുന്ന പണി എന്ന് പറയുന്നത് ഇത് മറ്റേ മതഭരണകൂടത്തിന്റെയും മതശാസനകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അവര് പറയുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് പുരുഷനെ സുഖിപ്പിക്കാൻ ഉണ്ടാക്കിയ ഒരു ഉപകരണം മാത്രമാണ്. അവർക്ക് മനസ്സും മറ്റേ വേറെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഇത് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇതിപ്പോ CPM അതുപോലെ ഈ SDPI തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കാരണം. അതുകൊണ്ട് ഈ വേഷം കെട്ടൊക്കെ നടത്തുന്നവരെയൊക്കെ
കർണക്കുറ്റികൾ അടിച്ച് രാജ്യത്തിന്റെ മര്യാദ പഠിപ്പിക്കേണ്ടതാണ്, ഒരു സംശയമില്ലാത്ത കാര്യത്തിൽ. അത് പക്ഷേ പോലീസൊക്കെ ഇപ്പൊ പഠിച്ചാണ് ചെയ്യണത്. പക്ഷെ എങ്കിൽ പോലും പോലീസ് ഇക്കാര്യത്തിൽ നടപടി എടുത്തിട്ടുണ്ട്. പക്ഷെ കാരണം എന്താ വെച്ചാൽ ആ പെൺകുട്ടി എഴുതിയിട്ടുള്ള 3 പേജുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് കിട്ടിയത്. ആ ആത്മഹത്യാ കുറിപ്പിൽ ഇവരുടെയൊക്കെ പേര് നല്ല വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ എഴുതി വെച്ചവരൊക്കെ ബന്ധുക്കളാണെന്നാണ് പറയുന്നത്. എഴുതി വെച്ചവർ മുഴുവൻ ബന്ധുക്കളല്ല. അതിലിപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കണ 5 പേരിൽ ഏതാണ്ട് ഒരാളോ 2 പേരുടെ ഇവരുടെ പെൺകുട്ടിയുടെ ബന്ധുക്കളാണ്. അതിലൊന്നും കാര്യമൊന്നുമില്ല. ബന്ധുക്കളാണെങ്കിലും അല്ലെങ്കിലും ഈ പോക്കൃത്തരൊന്നും ഈ കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതിപ്പോ നമ്മളെ നാട്ടില് എല്ലാവരും പറയും മാറി വരുന്നുണ്ടെന്ന്. ഇത് ശരിക്കും കാണിക്കും മാറി വരുന്നില്ല. ഒരാളുടെ ജീവൻ വരെ നഷ്ടപ്പെട്ട്. അപ്പം ഇതിന് നല്ലൊരു തിരുത്ത് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ മാറി വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. മാറിയൊന്നും വരുന്നൊന്നുമില്ല. ഇപ്പൊ ശരിക്കും TV ഒക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാം മറ്റേ ഈഴവ മാട്രിമോണി, നായർ മാട്രിമോണി, നല്ല നായർ കുടുംബങ്ങൾ, തറവാടി നായർ, ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി വരികയാണ്. കെവിന്റെ വധക്കേസിൽ ദുരഭിമാന കൊല ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് മുഴുവനായിട്ട് കുറയുന്നൊന്നുമില്ല, ഇപ്പൊ കൂടിക്കൂടി വരികയാണെന്നാണ് എന്റെ വിശ്വാസം. രണ്ടാമത്തെ കാര്യം ശിവലി, ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ വേറൊരു വലിയ വിഷയം കൂടി ഉണ്ട്. ഈ PFI എന്ന് പറഞ്ഞ സംഘടന ഏതാണ്ട് 2 കൊല്ലം മുമ്പ് നിരോധിക്കപ്പെട്ടതാണ്. നിരോധിക്കപ്പെട്ടപ്പോൾ ഇവരൊന്ന് പത്തി താഴ്ത്തി മാളത്തിലൊക്കെ ഒഴിച്ച് അതൊക്കെ നാണിച്ചൊക്കെ ഇരുന്നിരുന്നതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ പാലക്കാട് ഇലക്ഷനോടുകൂടി ഇവർക്ക് ചെറിയൊരു വാല് വെച്ചിട്ടുണ്ട്. ഇവര് CPMന്റെ മറ്റേ ഓഫീസിലേക്ക് ഇവര് ജാഥ നടത്തി. അതിനുശേഷം ഇപ്പൊ ശരിക്കും പറഞ്ഞു ഇപ്പൊ ഇതിൽ വെട്ടിലായിരിക്കണ പ്രതിപക്ഷവും കൂടിയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയും മറ്റേ ഇവരൊക്കെ ആയിട്ട് കൂട്ടിയേർന്നതൊക്കെ ഇപ്പൊ ചർച്ചയാക്കപ്പെടും. മനസ്സിലായി? അപ്പോഴാണ് SDP ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കണം. പാലക്കാട് പിന്തുണ എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. ഇപ്പൊ ചെറുതായിട്ടൊന്ന് വാല് വെച്ച് പുറത്തേക്ക് വരികയാണ്. എന്ന് പറഞ്ഞാൽ ജാത്തിയാലുള്ളത് തൂത്താ പോകില്ല എന്ന് പറയുന്ന പോലെ ഈ സംഭവങ്ങളെല്ലാം മനസ്സിലായേ പുറത്തേക്ക് വരും. ഈ ഒരു പ്രശ്നത്തെ കടുത്ത നടപടിയെടുത്ത് സർക്കാർ പോകുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിലൊക്കെ എന്താണ് നടപടി എടുക്കുക ഷിബിലി? ഇപ്പൊ ഇവിടെ മറ്റേ അരിയും വല്ലൊരു കുന്തിരിക്കവും കരുതി വെച്ചോടാ, വരുന്നുണ്ടല്ല നിന്റെയൊക്കെ കാലം മാർന്ന് വെച്ചിട്ട് ഇവിടെ വല്ല നടപടി ഉണ്ടായ? നാണിച്ച് നഖം കടിച്ചാണ് ഗവൺമെന്റ് നടപടി എടുത്തത്. പിന്നെ ലാസ്റ്റ് ഹൈക്കോടതി ഇടപെട്ടപ്പോഴാണ് നടപടി എടുത്തത്. ഇതിലിപ്പോ നടപടി ഉണ്ടായേ പറ്റൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ പെൺകുട്ടിയുടെ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ആത്മഹത്യാ കുറിപ്പുള്ളതുകൊണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഇപ്പൊ അമ്മ ഈ പെൺകുട്ടിയുടെ ഉമ്മ വന്നിട്ട് ഫാത്തിമ വന്നിട്ട് പറയുന്നത് ഇവരെല്ലാരെയും വെറുതെ വിടണം, അവര് എന്റെ മക്കളാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെ അനിയത്തിയുടെ മകനാണ് ഒരുത്തം പെട്ടേക്കണം. അതുകൊണ്ട് ഇവര് വന്നിട്ട് പറഞ്ഞാൽ എന്റെ മക്കളാണെന്നാണ്. ഇതൊരു ദുരഭിമാനയുടെ പേരിലുള്ളതാണ്. അല്ല, നമ്മുടെ നാട്ടില് ഈ പറയുന്ന ഇപ്പൊ ഒരു സ്ത്രീ, ആ സ്ത്രീ ഇങ്ങനെ പോയാൽ ഇപ്പോഴും ഈ പറയുന്ന ഇപ്പൊ ഇതിനെ എല്ലാവരും ന്യായീകരിക്കുന്നില്ല. കാരണം ആ പെൺകുട്ടി മരിച്ചു പോയതുകൊണ്ട് ഞാൻ 100% ഉറപ്പിച്ചു പറയാം, ആ പെൺകുട്ടി മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ, അത് ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ നമ്മുടെ സമൂഹം കാണുന്നത് മോശമായിട്ട് തന്നെ ഇരിക്കും. മനസ്സിലായോ? അപ്പൊ 21 വയസ്സുള്ള ഒരുത്തനുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിക്കാനാണ് നമ്മുടെ ആളുകൾക്ക് വലിയ ഇഷ്ടമുള്ളത്. അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന്, ആ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പക്ഷേ SDP പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മിനി താലിബാൻ ആക്കാനുള്ള ശ്രമത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ മറ്റേ താലിബാൻ വിസ്മയമാണെന്ന് പറഞ്ഞ പാർട്ടി ഏതാണ്ട് അതിന്റെ അനിയനായിട്ട് വരും. വെൽഫെയർ പാർട്ടിയുടെ ഒക്കെ ഒരു അനിയനാണ് SDP എന്ന് പറഞ്ഞാൽ. വെൽഫെയർ പാർട്ടിക്ക് ഒരു ഗുണമുണ്ട്, അവർ ഇതുപോലെ നേരിട്ട് ഇടപെടില്ല. ഇവര് മണ്ടന്മാരായതുകൊണ്ട് ഇവരുടെ ഓഫീസിൽ വിളിച്ചിരുത്തി ചർച്ച നടത്തി, പിന്നെ അത് ഷൂട്ടും ഒക്കെ ചെയ്തു. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇത് പുറത്തേക്ക്. പിന്നെ ഷിബിലി, ഇതിപ്പോ ഞാനിപ്പോ ഇന്ന് രാവിലെ ഇതിനു വേണ്ടി കുറച്ചൊന്ന് അന്വേഷിച്ചപ്പോ ഇത് ഇപ്പൊ ആദ്യത്തെ സംഭവമൊന്നുമല്ല, ഇതിപ്പോ മരണപ്പെട്ടുകൊണ്ട് നമ്മൾ അറിയണേ. ഇവർക്ക് ഒരു സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെയുള്ള പല സദാചാര പോലീസുകളെയും ഇവരുടെ ഭാഗത്തുണ്ട്. ഇന്ന് ഒരു DYFIയുടെ ഒരു നേതാവ്, അവൻ തലശ്ശേരിയിലുള്ളതാണ്. അപ്പൊ ആ പുള്ളിനെ വിളിച്ചപ്പോൾ തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ ഈ പറയുന്ന പോലെ അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ആ സ്കൂളിൽ നിന്നുള്ള പുരുഷന്മാരും സ്ത്രീകളും കൂടി ടൂർ പോകാനായിട്ട് തീരുമാനിച്ചു. അതെ, പെൺകുട്ടികളാണ്, സ്റ്റുഡൻസ്. ആ ടൂർ പോകാൻ തീരുമാനിച്ചപ്പോൾ ഇവർ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അങ്ങനെ ഒരുമിച്ച് ഇടകലർന്ന് സംസാരിക്കാൻ ഇല്ല. പിന്നെ ഇത് തുറന്നു പറയാൻ, ഷിബിലിയോട് തുറന്നു പറയാൻ, ഷിബിലിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാൻ. ഇത് ബേസിക്കലി ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് മതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഐഡിയോളജി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ AP അബൂബക്കർ കമ്പോസിയർ എന്താ പറഞ്ഞത്? നിങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച്, മറ്റേ മെക്സവന്റെ വിവാദം വന്നപ്പോൾ ഒരുമിച്ച് വ്യായാമം ചെയ്യരുതെന്നാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഷിബിലി ഹിജാബും ബാക്കിയുള്ള പ്രശ്നങ്ങളും ഒക്കെ. പിന്നെ ഇവിടെ ഇതിനെ മൊത്തമായിട്ട് എല്ലാവർക്കും ഇവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. എന്താ കാര്യം അറിയും? അത് മറ്റൊരു കാര്യമുള്ള ഇതിന്റെ ഏറ്റവും തലതൊട്ടപ്പനായിട്ടുള്ള ഇതിന്റെ പോപ്പായിട്ടുള്ള മറ്റേ ഖമൈനി, ആയത്തുള്ള അലി ഖമൈനിനെ ഇവരെല്ലാരും പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന് എതിരെ. ഞാൻ ഇന്നലെ ഷിബിലിയോട് പറഞ്ഞില്ല, ഇത് 2 സ്ഥലത്തും തെറ്റുണ്ട്, നമുക്ക് പൂർണ്ണമായിട്ടും പിന്തുണക്കാൻ പറ്റില്ലെന്ന് ഈ കാര്യമുള്ളതുകൊണ്ടാണ്. ഖമൈനി അവിടെ മറ്റേ ഹിജാബ് ഇല്ലാത്തവരെ എന്ത് ചെയ്യണം, തലവെട്ടിക്കളണമെന്ന് വിചാരിക്കുന്ന ആളാണ്.
അല്ലേ? അപ്പൊ അവിടെ ഹിജാബ് ഇല്ലാത്തവരെ തലവെട്ടിക്കൾ അവിടെ വന്നിട്ട് പിന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല ഈ പരിപാടിക്ക് എതിർക്കാൻ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കും. ഒന്ന് നമ്മൾ വെറും മറ്റേ പുറമേയുള്ള വെറും സദാചാര പ്രകടനം നടത്തുന്നവരാണ്. നമ്മൾ ഭയങ്കര സദാചാരക്കാരാണ്. അതുകൊണ്ട് മറ്റേ ബ്രിട്ടനിലും ഇംഗ്ലണ്ടിലും കാനഡയിലും ഒക്കെ ഉള്ള ആളുകൾ മറ്റേ സ്വിമ്മിങ് സൂട്ട് ഇട്ട് നിൽക്കുന്ന കണ്ടാൽ അയ്യേ കൊച്ചുങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കും. പിന്നെ അവിടുത്തെ കൊച്ചുങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. കാരണം എന്താ പറയുക, ഇത് ചെറുപ്പത്തിലേ കാണുന്നതുകൊണ്ട് സ്ത്രീയുടെ ശരീരം എങ്ങനെയാണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ സാരി മാറിക്കിടന്നാൽ എന്ത് ചെയ്യാൻ പറ്റില്ല. സാരി മാറിക്കിടന്നാൽ നമ്മൾ ഒളിഞ്ഞൊക്കെ നോക്കി അത് കണ്ടതിന് ശേഷം നമ്മളിപ്പുറത്തൊന്ന് പറയും അങ്ങനെ സാരി എടുക്കുന്നത് ശ്രദ്ധിക്കണ്ടെന്ന് പറയും. രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവ വന്നിട്ട് പറയും ഹണി റോസ് സാരി എടുക്കുമ്പോ ശ്രദ്ധിക്കണം. നീ അങ്ങനെ നോക്കാതിരിക്കണമെന്നുള്ളതല്ല പറയണ. ഏത് അത് പറയരുത്. അത് പറഞ്ഞാൽ കേൾക്കൂല. പകരം എന്ത് ചെയ്യണം, മോഡസ്റ്റ് ആയിട്ട് വസ്ത്രം. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പേരിൽ എത്ര കൊലപാതകങ്ങൾ ഇവിടെ നടക്കണേന്ന് അറിയോ? ഇതിപ്പോ സത്യത്തിൽ ഇങ്ങനെ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചോണ്ട് ഇനി കുറിപ്പ് എഴുതി വെക്കാതെ എത്ര പേര് മരിച്ചിട്ടുണ്ടാവും? ഷിബിലി, ഞാൻ ഒന്ന് മനസ്സിലാക്കി തരാം. ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഞാൻ ഈ മറൈൻ ട്രൈബിൽ തന്നെ മറ്റേ കൊട ചൂടിയിരിക്കുന്ന കുട്ടികളെ മുഴുവൻ വന്ന് ചൂരലിൽ അടിക്കുകയാണ്. ഒരാൾ പോലും പ്രതിഷേധിക്കാതെ എഴുന്നേറ്റ് ഓടിപ്പോയി. എന്താ കാര്യം? ഇത് മുഖംകാരും കണ്ടിട്ടുണ്ടെങ്കിൽ സമൂഹം അവരെ മോശക്കാരായിട്ട് കാണും. പ്രണയവും അതുപോലെ ഈ പറയുന്ന സെക്സും ഒക്കെ പാപമാണെന്നാണ് മിക്ക മതങ്ങളും തെറ്റാണത്. പിന്നെ ഇതൊക്കെ പറയണോണ്ട് ഇപ്പൊ ഒരു കുഴപ്പമുണ്ടാവും. കാരണം ബന്ധുക്കളടക്കം എന്നെയൊക്കെ രൂക്ഷമായിട്ട് നോക്കും. പിന്നെന്താണ് ഈ പറഞ്ഞോണ്ട്? അതൊന്നും കുഴപ്പമില്ല, നമുക്കത് പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഇപ്പൊ സമൂഹത്തിന് അറിയാം. ഇത് ഇനി ഇവിടെ നിന്ന് എന്തുകൊണ്ടാണ് ഷിബിലി അറിയേണ്ടത്? ഇവിടെ നിന്നുള്ള കേരളീയത്തിലെ യുവത്വം മുഴുവൻ പുറത്തേക്ക് പോകുന്നതെന്ന് ഷിബിലിക്ക് അറിയാം. ഏറ്റവും കുറഞ്ഞ വർഷം ബാംഗ്ലൂരെങ്കിലും പോയി ജീവിക്കാന്നിരിക്കും. എന്താ കാര്യം? സ്വന്തം ഇഷ്ടം പോലെ ജീവിക്കാം. എനിക്കറിയാവുന്ന നിരവധി കുട്ടികളുണ്ട്. അവരിപ്പോ വിദേശത്തോ അല്ലെങ്കിൽ ഇവിടെയോ ബാംഗ്ലൂരോ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവര് കേരളത്തിലേക്ക് വരുമ്പോൾ അവർ പ്രത്യേക ഡ്രസ്സിങ് ആണ്. കാരണം അവിടെ ഗ്രാമത്തിൽ അവർക്ക് അങ്ങനെ നടക്കാൻ പറ്റും. അവിടെ എന്ത് ചെയ്യാ? സത്യത്തില് നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു വലിയ ഞരമ്പ് രോഗമുണ്ട്. അത് വലിയ കുഴപ്പമാണ്. പിന്നെ ഇത് എന്ന് പറയുന്നത് അതിൻ്റെ ഇടക്ക് മതപരമായ ശാസനകൾ കൂടി കുത്തിക്കയറ്റിയിട്ടാണ് ഇപ്പൊ ഈ സംഭവം. നേക്കണ SDPI ഒക്കെ ശരിക്കും പറഞ്ഞാൽ PFI എന്ന് പറയുന്ന ആളെ നിരോധിച്ചു. SDPI നിരോധിച്ചില്ല എന്ന് പറഞ്ഞാൽ PFIക്കാരൊക്കെ പിറ്റേ ദിവസം മുതൽ, അതായത് പഴയ സിവിക്കാരും പഴയ ഈ പറയുന്ന പോലെ PFIക്കാരും ഒക്കെ തന്നെയാണ് SDPIയിലുള്ളത്. അതുകൊണ്ട് ഇതാണ് ഈ പരിപാടി ഇവിടെ. അതുകൊണ്ട് ഇതൊന്നും കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ അനുവദിച്ചു കൊടുത്താൽ ഇത് വലിയ തലവേദനയിലേക്കാണ് കേരളം പോകാൻ പോകുന്നത്.